ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മിനിമത്തിരിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു വാക്യൂം ക്ലീനർ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ ആണ്. അത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം വെറുതെ എന്തിനാ സമയം കളയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കുറച്ച് ഒരു യൂസർ മാനുവൽ ഉണ്ട്, അതുപോലെ തന്നെ ബാക്കി ആക്സസറീസൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാനിത് ഓൺലൈനിലല്ല മേടിച്ചത്, ആദ്യമേ പറയാം. ഇതിന് 8500 രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് ഞാൻ വാങ്ങിച്ച പ്രൈസ്. അതിന് 10 സംതിങ് ഒക്കെ അത് പറഞ്ഞായിരുന്നു, പക്ഷേ നോർമലി ഒരു 8500 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ 1900 വാട്ട്സിൻ്റെയാണ് നമ്മുടെ ഈ ഒരു മെഷീൻ. അതുപോലെ തന്നെ ഇതിൻ്റെ സക്ഷൻ പവർ എന്ന് പറയുന്നത് 20 kPa ആണ് ഇതിൻ്റെ സെക്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ബ്ലോവർ 1200 ലിറ്റർ പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ ബ്ലോവറിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ ഇത് നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാക്യൂം ക്ലീനറാണ്. നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. നമുക്ക് ഈ എങ്ങനെ എന്താ പറയുക, കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ബക്കറ്റിൽ കൊണ്ടുപോകുന്ന പോലെ നമുക്ക് ഈ സാധനം കൊണ്ടുപോകാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. നമ്മളിതിൻ്റെ 1 ഇയർ വാറണ്ടിയാണ് എന്നുള്ളത്. ഒരു 1 ഇയർ കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ 700 സംതിങ് കൊടുത്തപ്പോൾ നമ്മൾ 1 ഇയറും കൂടി ഇതിനെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്കിനി നോക്കാനുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ പവറാണ്. മെയിനായിട്ട് വാക്യൂം ക്ലീനർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സക്ഷൻ പവറാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ 1900 വാട്ട്സിൻ്റെ ഈ മെഷീൻമേ മാക്സിമം 1900 വാട്ട്സ് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽമേ നമുക്ക് എത്രത്തോളം ഇതിന് പെർഫോമൻസ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ബ്ലോവറിൻ്റെ ഫിറ്റിങ്സ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതേപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലോവറിൻ്റെ ഈ ഒരു ഫിറ്റിങ് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു പ്രസ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. ഓക്കെ, അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ബ്ലോവർ നമുക്ക് ഫിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ പവറിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പവറിൻ്റെ സ്വിച്ച് ഇത് കോഡിൻ്റെയാണ്. കോഡ് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഞെക്കി കഴിഞ്ഞാൽ ഈ സാധനം ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് വിടണ്ട, കാരണം ഇത് പോയി ഇത് മടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ പവർ എന്ന് വെച്ചാൽ നമ്മൾ ഓണാക്കിയതിന് ശേഷം ഇതിൻ്റെ സെക്ഷൻ പവർ കൂട്ടുന്നത് ഈ ഒരു സ്വിച്ച് വെച്ചിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ഇതിന് സെക്ഷൻ കൂടും. അതാണ് അതിൻ്റെ ഇത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇതാണ് ഡിസ്പോസിബിളിൻ്റെ ഈ ഒരു ഭാഗമാണ്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ നമ്മുടെ വാക്യൂം ക്ലീനറിനൊക്കെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഗാണ്, ഡിസ്പോസിബിൾ ബാഗാണ്. ഇതിന് ബാഗല്ല, ഇത് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ പോലൊരു സെറ്റപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ചെറിയൊരു ഈ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് ഞെക്കി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും, നമുക്ക് ജസ്റ്റ് കളയാം. ഇതിൻ്റെ ഹെപ്പ ഫിൽറ്ററാണ് ഇതിന് വന്നിട്ടുള്ളത്. നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് വരെ ഇത് ഫിൽറ്റർ ചെയ്തിട്ട് പോവും. ഇത് നമുക്കിത് ഫിൽറ്ററും ഇതുപോലെ ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നമുക്ക് ഫിൽറ്റർ എടുക്കാം. നമുക്ക് ഫിൽറ്റർ ഇത് ജസ്റ്റ് ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് വാഷബിൾ ആണ്. വാഷ് ചെയ്തിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ ഇതിനുള്ളിലേക്ക് വെക്കുന്നത്. ഇതേപോലത്തെ ഒരു ജസ്റ്റ് ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മളിതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ടൈറ്റ് ചെയ്യാം. ഇരുന്നിട്ടില്ല, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ സെറ്റിംഗ് ആയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ലിറ്ററാണ് ഇതിൻ്റെ ഒരു സ്പേസ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് അത് അത്രയും ആവാൻ നിൽക്കേണ്ട, അതിന് മുന്നേ നമുക്ക് ഇതെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്, കണ്ടോ. അപ്പോൾ ഫിൽറ്റർ ഇവിടെ വരും. അപ്പോൾ നമ്മളിത് വീണ്ടും അത് താഴത്തേക്ക് വെച്ചു. പിന്നെ നമ്മളിതിൻ്റെ രണ്ട് ചക്രങ്ങളുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമുക്കിത് ഫിറ്റിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ബാക്കി ഇതാണ് ഓവർ ക്ലീൻ ചെയ്യാനുള്ളൊരു സംഭവം. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അത് ഒന്ന്. പിന്നെ ഈ ഒരു ഫിറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ സോഫ സെറ്റീസ്, ബെഡ്, അതുപോലെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് നമുക്ക് കോർണർ ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കോർണറുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ടുള്ളതാണ് ഈ ഒരു ഫിറ്റിങ്സ് ഉള്ളത്. ഇതിൻ്റെ യൂസർ മാനുവൽ ഇതിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇതിൽ നമുക്ക് ഫുള്ള് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ കുറേ ഇതിൻ്റെ ഫിറ്റിംഗ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം.
എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പേര് എന്ന് പറയുന്നത് യുറേക്ക ഫോർബസിൻ്റെ മാക്സ് വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു മോഡൽ. നല്ല ഓറഞ്ചും അതുപോലെ ഗ്രേ കളറാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. സംഭവം നല്ല കാണാൻ നല്ല രസമുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ സംഭവം ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് ചെയ്യിച്ച് നോക്കി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സക്ഷൻ പവർ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ബ്ലോവറിൻ്റെ പവർ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4.5 മീറ്ററാണ് ഇതിൻ്റെ ഈ കോഡിൻ്റെ ലെങ്ത്ത്. 2 പിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഇങ്ങനെ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതും ഒരു സ്വിച്ച് പോലെ സംഭവമുണ്ട്. ഇതല്ല, ഇതിങ്ങനെ നമുക്ക് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ കോഡ് ഓക്കെ, ഇനി നമുക്ക് ഓണാക്കി നോക്കി നോക്കാം. ഇപ്പം നമ്മൾ ഇപ്പം ഇട്ടേക്കണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ സൈഡിൽ നിന്നൊക്കെ വലിക്കണ ഒരു ഇതാണ്, ഫിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന്. ഇത് ഇപ്പോൾ ഇതുള്ളതെന്ന് പറഞ്ഞാൽ നോർമലൊരു സെക്ഷനാണ്. ഇപ്പോൾ നമുക്ക് കാണിക്കാം. ഇവിടേക്ക് നോക്കി നോക്കാം. ചെറിയൊരു സെക്ഷനാട്ടാ ഇപ്പോൾ ഉള്ളത്. ഈ സംഭവം നമുക്കിത് കൂട്ടി നോക്കാം. ഇത് നമുക്കിത് ഊരിയെടുക്കാം. ഓക്കെ, ഇത് നോർമലായിട്ട് ഞാനിതിൻ്റെ ഒരു വേറെ രീതിയിൽ കാണിച്ചു തരാം. എത്രത്തോളം ഇത് പിടിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഈ ഒരു ബുക്ക് ഈസി ആയിട്ട് പിടിച്ചു നിർത്തുന്നുണ്ട്. ഇത് കൊള്ളാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സെക്ഷൻ. അപ്പം അത്യാവശ്യം നല്ല ഒരു സെക്ഷൻ ഉണ്ട് ഇതിന്. ഇത് കുറയ്ക്കാം. ഇത് നോർമലാണ്, ചെറിയൊരു ഇതിലാണ് ഇപ്പം ഇത് നിൽക്കുക. ഇങ്ങനത്തെ കോർണറൊക്കെ നമുക്ക് ഇത് കൂടെ ഈസി ആയിട്ട് വലിച്ചെടുപ്പിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലോവറിൻ്റെ ഒരു നോക്കി നോക്കാം. ബ്ലോവർ ഓഫാക്കാം. ഊരുമ്പോഴും ഇത് ഞെക്കിയിട്ട് വലിക്കുക. അപ്പം ഇങ്ങനെ ബ്ലോവർ നമുക്ക് ഫിറ്റ് ചെയ്യാം. ബ്ലോവർ ഇത് തുറക്കാം. ആദ്യം ഇത് മാറ്റി വയ്ക്കുക. ഇത് ഇതുപോലെ ഞെക്കുന്നു, ഇത് വയ്ക്കുന്നു. ഓക്കെ ഓക്കെ, ഇത് ബ്ലോവറായി. ഈ ബ്ലോവറിൻ്റെ ഇവിടെ നമ്മൾ കുറച്ച് കടലാസിൻ്റെ തുണ്ടുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പവർ നോക്കാം. ഫുൾ ത്രോട്ടിൽ വയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ബ്ലോവറിന്റെ സെക്ഷൻ മാറ്റാം. അപ്പൊ ബ്ലോവറിന് നമുക്ക് അത്ര വലിയ പവർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സെക്ഷന്റെ അത്ര ഒരു ഇത് കിട്ടും നമ്മൾ ബ്ലോവറിന് ഇല്ല. എന്നാലും കുഴപ്പമില്ല, ആവശ്യത്തിനുള്ള നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിത് വീണ്ടും പഴയ പോലെ തന്നെ വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ വീണ്ടും ഫിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്തു. ഇപ്പം ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ചക്രങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് നമ്മളിവിടെ കച്ചറയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2 മോഡുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് പോവും. അതുപോലെ തന്നെ
ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. അപ്പോൾ 2 ടൈപ്പിൽ നമുക്ക് കാർപ്പറ്റും അതുപോലെ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് ഉള്ളൊരു ഓപ്ഷനാണത്. അപ്പോൾ നമുക്ക് ഇനി ഇത് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഇതിന്റെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, ഈ കാണുന്നതാണ് നമ്മുടെ ഇതിന്റെ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ ആ സ്ലേറ്റിന്റെ പൊടിയൊക്കെ ഇട്ട്, സ്ലേറ്റിന്റെ പെൻസിലിന്റെ പൊടിയൊക്കെ ഇട്ടത് ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. എന്താ പറയുക, സെക്ഷന്റെ ഭാഗത്ത് നിന്ന് ബ്ലോവറിന്റെ സൈഡിൽ നിന്ന് ഓക്കെ നമുക്ക് നോർമൽ ആയിട്ടുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ കർട്ടൻ മിക്കൊക്കെ അടിച്ച് നമ്മൾ കണ്ടിരുന്നല്ലോ മറ്റേ അതൊക്കെ പോകുന്നതും ഇതൊക്കെ. അപ്പോൾ സെക്ഷൻ സൈഡിൽ എനിക്ക് 100% നല്ല ഒരു ഹാപ്പിയാണ്. ബ്ലോവർ കുറച്ചും കൂടി പവർ ഉണ്ടായിരുന്നെങ്കിൽ നൈസാണെന്ന് തോന്നുന്നുണ്ട്. അത് ഡിപ്പെൻസ് ആണ്, കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യത്തിനുള്ള നമ്മൾ ഈ കർട്ടൻ്റെ അവിടെയൊക്കെ ജനലയുടെ അവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ക്ലോസ് ആയിട്ട് കൊണ്ടുപോയി ചെയ്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു കാര്യം എനിക്ക് വേറെ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് ചൂടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തെല്ലാം മെഷീൻസും ചൂടാവും. ഇത് ഡൊമസ്റ്റിക് പർപ്പസിന് ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഓൺ ആക്കുക. അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ ലൈഫിന് നല്ലത്. നമുക്ക് വാറണ്ടി ഒക്കെ ഉണ്ട്, ശരി തന്നെ. പക്ഷെ എന്നാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ യൂസ് ചെയ്യായിരിക്കും നല്ലത്. അത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇതിന്റെ റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അടുത്ത വീഡിയോയിലാണ്. അതിലേക്കും ബൈ ബൈ.